Welcome to Sanford Jehan's Kitchen. Sanford Jehan's Kitchen. ഇന്നെന്താണ് സ്പെഷ്യൽ ആക്കാൻ പോകുന്നത് ജഹാൻ? Grape guacamole. Wow, grape guacamole ആണല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന എനിക്ക് സ്പെഗറ്റി കാണുന്നു. സ്പെഗറ്റി കാണുന്നുണ്ട്. അമ്മി ഇന്നൊരു സ്പെഗറ്റി വിത്ത് ചിക്കൻ ബോൾസ് ആണ് ആക്കുന്നത്. സാധാരണ നമ്മൾ സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ് ആണ് ചെയ്യല്. അപ്പോൾ മീറ്റ് ബോൾസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ റെഡ് മീറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വൈറ്റ് മീറ്റ് വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് ഒരു സ്പെഗറ്റി വിത്ത് ചിക്കൻ ബോൾസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യപ്പോൾ അത് പക്ഷേ ഞാൻ ഷെഫ്. അപ്പൊ ഞാനോ ഹെൽപ്പർ. ഓക്കെ, അപ്പൊ ഞാൻ പതുക്കെ ഹെൽപ്പ് ചെയ്യാം. അമ്മേന്റെ ടേൺ ആകുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്തേ. ഷുവർ പ്ലീസ്. ഷെഫ് ഹെൽപ്പ് ചെയ്തോ? പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഹെൽപ്പർ ഷെഫിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഞാനാണ് ഷെഫ്. ഓക്കെ, അപ്പൊ ഗ്രേപ്പ് ഗോക്കമോളിക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? അവക്കാഡോ, കട്ട് ചെയ്ത ഗ്രേപ്സ്, പിന്നെ ലൈമ്, പിന്നെ കുബൂസ് റൗണ്ട് സർക്കിൾ ആക്കിയത്, പിന്നെ കുറച്ച് സാൾട്ടും പെപ്പർ അല്ലേ? സോൾട്ടി, പിന്നെ പെപ്പർ സ്പൈസി. ഭയങ്കര ഹോട്ടാ പെപ്പർ ഇട്ടിട്ട് കുറച്ച് സ്പൈസിയാ? ഫുള്ള് ഇടുമ്പോ ഭയങ്കര സ്പൈസി ആവും. കുറച്ച് സ്പൈസി. ഓക്കെ, നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എവിടെ ഫസ്റ്റ് അവക്കാഡോ കുറു ഇല്ലാത്ത വേണ്ട. അവക്കാഡോന്റെ ട്രീ എങ്ങനെയാവല് അറിയോ? അവക്കാഡോ സീഡ് ഇട്ടിട്ട് സീഡ് ഇട്ടിട്ട് പിന്നെ എന്താ ഒഴിക്കണ്ടേ? മിൽക്ക് ഒഴിച്ചു കൊടുക്കണോ? മിൽക്ക് ഒഴിക്കണോ സീഡ് ഇട്ടിട്ട്? ഇല്ല. പിന്നെന്താ ഒഴിക്കല്? ടോഡ് കവർ ചെയ്ത് പിന്നെ വാട്ടർ ഇട്ട് ഒരു വാട്ടറിങ് ക്യാനോട് അത് കഴിഞ്ഞിട്ട് നൈറ്റിൽ വെയിറ്റ് ചെയ്യുന്നു. ഓരോ ഡേയ്സിൽ ഇങ്ങനെ സ്മോൾ, മീഡിയം, ബിഗ് 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 tall ആവും. എന്നിട്ട് കുറെ അവക്കാഡോ ഗ്രോയിങ്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പറിച്ചിട്ട് ഗ്രേപ്പ് ഗോക്കമോളി ആക്കും അല്ലേ? അത് സാരില്ല, സ്കിന്നില്ലേ, കുഴപ്പമില്ല. അപ്പൊ നമ്മളൊരു അവക്കാഡോയുടെ പീസ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മള് അവക്കാഡോന്റെ പൾപ്പ് എടുക്കും. സർക്കിള് പിന്നെ നമ്മള് ഈലിടാം സെക്കിൾ. നെക്സ്റ്റ് എന്താണ് ഇൻഗ്രീഡിയന്റ്? അതില് ജസ്റ്റ് ഗാർണിഷ് ചെയ്യണം. ആണോ? അപ്പൊ കുറച്ച് ഫുള്ള് കുറച്ചല്ല, ഫുൾ ഗ്രേപ്സ് ഇടണം, കുറച്ചല്ലേ? ഓക്കെ, അടുത്തത് എന്താണ്? സ്പൂൺ ഇടാൻ മതി. പിന്നെ സ്മാഷ്. ഇത് ഭയങ്കര സ്മൂവായി. ഇനി എന്താ ചേർക്കേണ്ടത്? ലൈം. ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ഓക്കെ, ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, 1 ആക്ക്. 1 2 3 മതിയാ? 3 drops in. ഇനിയോ? Salty salt. നെക്സ്റ്റ് എന്താണ്? കുറച്ച് ഉപ്പ്. Now spicy pepper. കുറച്ച് പെപ്പർ. That's all. Okay. Very quick, so I don't want to make it very spicy. ഭയങ്കര എരിവ് വേണ്ടല്ലേ? Now we're gonna mix it a bit. ഇത് ശരിക്കും ഒരു ഡിപ്പ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ക്രിസ്പി കട്ട് ചെയ്ത് ഇവിടെ വെക്കേ വേണ്ടേ? ഓക്കെ, കുറച്ച് കുബൂസ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് ക്രിസ്പ് ആക്കിയതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നാച്ചോസ് അല്ലെങ്കിൽ ടാക്കോസ് ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിപ്പിന്റെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റും. Will you try this, friends? Yes, I will.
ഏത് ഫ്രണ്ട് അങ്ങനെ പറഞ്ഞത്? ആ ഫ്രണ്ടിന്റെ പേരെന്താണ്? ഫ്രണ്ടിനെ ഒരു ട്രൈ ചെയ്തിട്ട് പിക്ചർ അയച്ചിടാൻ പറഞ്ഞു. ലീലയാ? എയ്മി ഉണ്ട്. പിന്നെ ആരല്ലേ? മിയ ഉണ്ട്. ഓക്കെ, കൊറേ ഫ്രണ്ട്സ് കാണുന്നുണ്ട് ജെഹാന്റെ ഷോ. താങ്ക്സ് പറയൂ ഫ്രണ്ട്സിനോട്. One grape over here. Another grape over here. One little leaf going right to ജെഹാൻ ടൈനി ആവുമ്പോ എങ്ങനെ സ്മൈൽ ചെയ്യലുണ്ടായത് കാണിച്ചു കൊടുത്തേ ഫ്രണ്ട്സിന്. എങ്ങനെ ആംഗ്രി ആവല്, എങ്ങനെ നോട്ടി ആവല്? That was fun. Yummy ആയിട്ടുണ്ടല്ലേ? നല്ല ടേസ്റ്റ്. അമ്മി ട്രൈ നോക്കാം. അമ്മി ഇതിൽ ട്രൈ നോക്കാം. ഓക്കെ. യമ്മി യമ്മി. കുബൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കുബൂസ് ക്രിസ്പും ഗ്രേപ്പ് ഗോപ്പമൊളി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സ്പെഗറ്റി വിത്ത് ചിക്കൻ ബോൾസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ: സ്പെഗറ്റി നമ്മൾ ഓൾറെഡി കുറച്ച് ചിക്കൻ സ്റ്റോക്കിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒലീവ് ഓയിൽ, ഗാർലിക്, വൈറ്റ് ഓണിയൻ, ചിക്കൻ, കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് അരച്ചത്, തക്കാളി, കുറച്ച് ചിക്കൻ സ്റ്റോക്ക്, കുറച്ച് കെച്ചപ്പ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഐതർ ബേസിൽ ലീവ്സ് അല്ലെങ്കിൽ മിന്റ്, ബട്ടർ. അപ്പം ബേസിൽ ലീവ്സ് ആണെങ്കിൽ അതിന്റെ ഒരു ഫ്ലേവറും കൂടി അതിലേക്ക് ഇറങ്ങും നമ്മുടെ ടൊമാറ്റോ ഇതിൽ. ഫ്ലെമിംഗ് ചോപ്പർ നമുക്ക് ടൊമാറ്റോ അരിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ബേസിൽ ലീഫ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആ സോസിലും കൂടി ഒരു ബേസിൽ ലീഫ് ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിന്റ് ലീഫ് വെച്ചിട്ട് നമുക്ക് ഒരു ഗാർണിഷ് പ്രസൻറ്റേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്കിതിന് വേണ്ട ചിക്കൻ ബോൾസ് തയ്യാറാക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത് ഒരു ടൊമാറ്റോ ബേസ് ഗ്രേവിയാണ്. ആ ഒരു ടൊമാറ്റോ ബേസ് ഗ്രേവി നമുക്ക് തയ്യാറാക്കണം. ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഒലീവ് ഓയിൽ, ഒരു മെഡിറ്ററേനിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ബേസിലും ഒലീവ് ഓയിലൊക്കെ കൂടിയുള്ള ഒരു കോമ്പിനേഷൻ. ഒലീവ് ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഫൈൻ ചോപ്പ് ചെയ്തിരിക്കുന്ന വൈറ്റ് ഓണിയൻ ചേർക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് വളരെ ഫൈൻ ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളിയാണ്. ആ തക്കാളീൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മളതൊന്ന് ഫൈൻ ചോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമ്മുടെ ഫ്ലേവറിൻ്റെ ഇഷ്ടാനുസരണം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ പോകും. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വൈറ്റ് ഓണിയൻ, പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത്. ഹെൽപ്പ് ചെയ്യണോ? ഓക്കെ. ഷെഫ് ജഹാൻ അപ്പോഴത്തേക്ക് നമുക്ക് ഫൈൻ ചോപ്പ് ചെയ്ത ടൊമാറ്റോ റെഡിയാക്കും അല്ലേ? നമ്മുടെ വൈറ്റ് ഓണിയൻ നമ്മുടെ സാധാരണ സവോള പോലെയല്ല, വഴങ്ങ് അങ്ങനെ കുഴഞ്ഞു വരില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്ന വരെ നമുക്ക് ആ നമ്മുടെ ഫ്ലേവറിന് കുറച്ചും കൂടി മാച്ച് ആവാൻ വേണ്ടി ആ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാൻ മാറ്റും. And a happy Christmas, ha ha ha, hee hee. Someone came in different and took me home with them. Oh, and a happy Christmas day, ha ha ha, hee hee. Someone came in different and took me home with them. ഓക്കെ, നമ്മുടെ ടൊമാറ്റോ നല്ല ഫൈൻ ചോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ ടൊമാറ്റോ പതുക്കെ ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കെച്ചപ്പ്, കുറച്ചെടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക്. ഞാനിതുള്ളത് ഇപ്പം നമ്മുടെ തക്കാളിയുടെയും ആ ഒരു കെച്ചപ്പും ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് തിളക്കാൻ വിടുക. കുറച്ച്
കുറച്ച് സ്പൈസിനെസ് ഇഷ്ടമാണെങ്കിൽ ഒരല്പം പെപ്പർ പൗഡർ. അപ്പോൾ നമ്മുടെ സോസ് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് തിക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ ബോൾസ് തയ്യാറാക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പും പാകത്തിനുള്ള ഉപ്പും കുരുമുളകും, ഇപ്പം 2 പീസ് ഒരു ഇത്രയുള്ളൊരു 3 ഇഞ്ച് 4 ഇഞ്ച് പീസാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ആ ഒരു കണക്കിന് നമ്മൾ എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കുക. അത് ചെറിയ ബോൾസിൻ്റെ രൂപത്തിലേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചിക്കൻ ബോൾസ് ഒന്ന് ഗ്രില്ലാവാൻ വെക്കാം. ബട്ടർ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബോൾസ് അതിലേക്കിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുക. പാൻ ഗ്രിൽ ചെയ്താൽ മതി. ചിക്കൻ ബോൾസ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് നമുക്കൊരു സ്പെഗറ്റിയിലേക്ക്, വേവിച്ച സ്പെഗറ്റിയിലേക്ക് ചേർക്കാം. ഇത് സ്പെഗറ്റി മീറ്റ് ബോൾസ്. ഇപ്പം നമ്മുടെ ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെർവ് ചെയ്ത് വെച്ച സ്പെഗറ്റിയുടെ മേലായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ബോൾസ് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഒരു മിന്റ് ലീഫ് വെച്ചു. അപ്പോൾ നമ്മുടെ സ്പെഗറ്റി വിത്ത് ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പെഗറ്റി ഒരു തലേദിവസം തന്നെ തയ്യാറാക്കി വെച്ച പാർട്ടിയൊക്കെ ഉണ്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. റെഡിയായി. അപ്പം ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ജെഹാൻ, Sanford Jan's Kitchen.